ഹായ് ഹലോ നമസ്കാരം. അമൃതാസ് മൾട്ടിക്കോട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നല്ല അടിപൊളി ഒഴിച്ചുകറി റെഡിയാക്കാൻ പോകുന്നു. അതിലേക്ക് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്കൊരു 10 ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമാണേ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ച് വെച്ചതാണിത്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. ചെറുതായിട്ട് കളർ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് 1 കൈപ്പിടി നിറച്ചും ചെറിയ ഉള്ളി മുറിച്ചത് അത് ചേർത്ത് കൊടുക്കാം നമുക്ക്. അതിൻ്റെ കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി, പിന്നെ അതിൻ്റെ കൂടെ ഒരു 10 വറ്റൽമുളക്, അല്ലെങ്കിൽ നമുക്ക് എരിവിന് ആവശ്യമുള്ള അത്രയും വറ്റൽമുളക്, അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് ഇഷ്ടമില്ലാത്തവർക്ക് പച്ചമുളക് ചേർക്കാം, അതും 10 തന്നെ വേണം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഒന്ന് വറുത്തെടുക്കണം. മുളകിൻ്റെയൊക്കെ മണം നന്നായിട്ട് മൂത്ത് വരണം. ആ സമയം വരെ നമുക്കൊന്ന് വറുത്ത് കൊടുക്കണം. മുളകും ഉള്ളിയൊക്കെ വറന്ന് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇത്രയും വലിപ്പത്തിലുള്ള പുളി ഒന്ന് പിഴിഞ്ഞെടുക്കണം. 2 കപ്പ് വെള്ളത്തിൽ അത് പിഴിഞ്ഞെടുത്ത് വരാം. ഉള്ളിയും മുളകും എല്ലാം നന്നായിട്ട് വറന്ന് കിട്ടിയിട്ടുണ്ട്. മുളകിൻ്റെയൊക്കെ മണം നന്നായിട്ട് മൂക്കിൽ അടിച്ച് കയറുന്നുണ്ട്. ഈ സമയം വരെ നമുക്ക് വറുത്ത് കൊടുക്കണം. നന്നായി വറന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 2 സാധനങ്ങൾ ചേർത്ത് കൊടുക്കണം. 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണിൽ കുറവ് കായപ്പൊടി, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. കായമൊക്കെ ചേരുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് ഈ കറിക്ക്. വളരെ കുറഞ്ഞ ചേരുവയിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണേ. പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. 2 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞതാണ്. അത് നമുക്ക് ഈ ചേരുവയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ നിറച്ചും ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ പുളിരസം ഒന്ന് തിളയ്ക്കുന്നുണ്ട് നന്നായിട്ട്. ഒന്നും വേണ്ട, നന്നായിട്ടൊരു 5 മിനിറ്റ് തിളച്ചാൽ മാത്രം മതിയാകും. നമ്മുടെ അടിപൊളി പുളിരസം റെഡി ആയിട്ടുണ്ട് ഇവിടെ. വളരെ കുറഞ്ഞ ചേരുവയാണ്, വളരെ കുറഞ്ഞ സമയവും കൂടിയാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക കേട്ടോ. ചോറിൻ്റെ കൂടെ ചൂട് പുളിരസവും കൂടി ഒഴിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ല സ്വാദാണ്. വേറെ ഒരു കറി ഇല്ലെങ്കിലും ചോറ് കഴിക്കാൻ മടിക്കുന്നവർ പോലും ഈ ഒരു കറി ഉണ്ടെങ്കിൽ പ്ലേറ്റ് നിറച്ചും ചോറ് കഴിച്ചു പോകും. അത്ര ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും പറയുക. ഈ വറ്റൽമുളകൊന്നും എടുത്ത് കളയണ്ട. ഈ ചോറിൻ്റെ കൂടെ ഞെരടിയിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ നല്ല ഒരു ഐറ്റമായിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.